കൂടുന്നതിൽ ഒത്തിരി സന്തോഷം. ഇന്നു തോരൻ വന്നു, പെച്ചടി വന്നു എന്നൊക്കെ പറഞ്ഞു. ഹലോ അമീഗോസ്, എല്ലാവർക്കും ഹിറ്റാച്ചിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ GDയിലെ മലയാളികളുടെ ഓണ സെലിബ്രേഷൻ. സോ ഗ്രാൻഡ് ആയിട്ട് ഓണ സെലിബ്രേഷൻ നടത്തുന്ന ഇന്നാണ്. അപ്പൊ ഞങ്ങളിതേ റെഡി നീല ഡ്രസ്സൊക്കെ ഇട്ടു. ആളിടാൻ കൂട്ടാക്കിട്ട് ഉണ്ടായിരുന്നില്ല, ഒരുവിധം ഞാൻ ഇടിപ്പിച്ചു. നമുക്ക് ഡാൻസ്, ഗ്രൂപ്പ് കപ്പിൾ ഡാൻസ് ഉണ്ട്, പിന്നെ ഞാനും അമൃതയും കൂടെ ഒരു പെർഫോമൻസ് ഉണ്ട്. എനിക്ക് 2 പെർഫോമൻസേ ഉള്ളൂ. പിന്നെ ഞാൻ വ്ലോഗ് എടുത്ത് നടക്കുന്നതിൽ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ഒരു ഐറ്റം പ്രോപ്പർട്ടി വാങ്ങിക്കാനുണ്ടായിരുന്നു ഡാൻസിനുള്ളത്. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവാണ്. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചധികം ദൂരമാണ്, ഒരു 10-40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കുറേ നേരം ഈ കാറി കയറിയിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ എത്തുമായിരിക്കും. നമ്മളൊരു ഐറ്റം വാങ്ങിക്കാൻ പോയെന്ന് തന്നില്ല, ഇതാണ് കേട്ടോ സാധനം, ചൈനീസ് ഫിഷറി. നമ്മൾ ഗ്രൂപ്പ് കപ്പിൾ ഡാൻസിനാണ് ഒരു 4-5 കട കയറിയിട്ടാണ് സാധനം കിട്ടിയത്. എല്ലാവരുടെയും കണ്ണടിച്ച് പോകാനായിട്ട് നല്ല മഞ്ഞ കളർ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഈ കാണുന്ന പാലം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാലം കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് മഴവിൽ പാലം എന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു മറൈൻ ഡ്രൈവിന്റെ വൈബ് കിട്ടുന്ന ഒരു പാലമാണ്, നാട്ടിലത്തെ ഒരു ഫീൽ കിട്ടുന്ന പാലം. ഇവിടുത്തെ ആൾക്കാർ വേറെ പലതാണ് വിളിക്കുന്നതെങ്കിൽ നല്ല രസമാണ്. അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും തിരുവാതിര ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പോയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ശരി, ബാക്കി നമുക്ക് അവിടെ ചെന്നെടുക്കണം. ഡ്യൂ ടു സം അൺഎക്സ്പെക്റ്റഡ് പണീസ് നമ്മൾ വളരെയധികം ലേറ്റായിട്ട് വെന്യൂരിൽ എത്തിച്ചേർന്നു. ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാൻ ഒരു ആൻറ്റി നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരിയുടെ അടുത്തൊന്നും നമുക്ക് നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. കാരണം വെന്യൂർ ഓൾറെഡി സദ്യയുടെ ടൈമായി, ഓൾമോസ്റ്റ് 3 മണിയൊക്കെ ആവാറായിട്ടോ. അപ്പോൾ പുളിശ്ശേരി നമ്മുടെ കയ്യിലാണ്, നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പോകുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് മുണ്ടൊക്കെ മാറാൻ. എല്ലാവരും നല്ല സദ്യ കഴിക്കുന്ന തിരക്കിലായിരുന്നു. എന്തായാലും ലേറ്റായി. അപ്പോൾ എനിക്കിരിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേജും ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. സ്റ്റേജും ഡെക്കറേഷനും ഒക്കെ പൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു മെക്സിക്കോയിൽ വളരെ കുറച്ച് മലയാളികളേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാർ വെച്ചിട്ടുള്ള ഫംഗ്ഷനാണ്. ഇവിടെ കഥകളിയും മോഹിനിയാട്ടവും തബലയും സിത്താറും എല്ലാം റെഡിയാണ്. ഇതിൽ തിരുവാതിര മാത്രം നടന്നിട്ടുണ്ട്. ബാക്കി തിരുവാതിരയുടെ വിഷ്വൽസ് ഞാൻ ഇതിനിടയ്ക്ക് കാണിക്കാം കേട്ടോ. പിന്നെ സദ്യ ആസ് യൂഷ്വൽ പൊട്ടലക്കായിരുന്നു. നമ്മൾ കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ കുറേ പുതിയ മുഖങ്ങളുണ്ട്. പുതിയതായിട്ട് ഗൊതലഹാരിയിലോട്ട് കടന്നു വന്ന എല്ലാ മലയാളികൾക്കും നമ്മുടെ ഫാമിലിയിലൂടെ നമ്മളിങ്ങോട്ട് കൂട്ടുന്ന പരിപാടിയും കൂടിയാണ് ഓണം. സോ നമ്മൾ കുറേ ആൾക്കാരെ കണ്ടു, പരിചയപ്പെട്ടു, എല്ലാവരോടും വർത്തമാനം പറഞ്ഞു. എല്ലാവരും ഓണത്തിന് കൂടുന്നതിൽ ഒത്തിരി സന്തോഷം. ഇത്തവണ നമുക്ക് 10 വ്യത്യസ്തമായിട്ട് കെരത്താറൊന്ന് മെക്സിക്കോ സിറ്റിയിൽ നിന്നൊക്കെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. മെക്സിക്കോ സിറ്റിയിൽ നിന്ന് വന്ന നേറ്റീവ് മെക്സിക്കൻസ് ആണ് ഇത്തവണ മോഹിനിയാട്ടവും സിത്താറും ഒക്കെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. പിന്നെ ഈ കാണുന്ന ആൾ ഐശ്വര്യ ആയിരുന്നു നമുക്ക് വേണ്ടി നല്ല ഗാനങ്ങൾ ആലപിച്ച് ഇവന്റിനെ അങ്ങോട്ട് വേറൊരു ലെവലിൽ എത്തിച്ചത്, ഐശ്വര്യയുടെ മോള്. പിന്നെ ദേ നിൽക്കുന്ന ആള് മെർലിൻ, ആളും പുതിയതാണ് ഗൊതലഹാരയില്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തിരുവാതിര ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ തിരുവാതിരയുടെ കുറച്ച് വിഷ്വൽസ് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഫുൾ തിരുവാതിര വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഇവിടെ കയറി കണ്ടോ. ആസ് വി ഓൾ നോ, തിരുവാതിര ഇല്ലെങ്കിൽ ഓണമില്ല. സോ ഞാൻ ഈ തിരുവാതിര മിസ്സായിപ്പോയി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ മെക്സിക്കോയില് വന്നിട്ട് 6 months ആയ ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മെർലിൻ വന്നിട്ട് ട്രിവാൻഡ്രം അല്ലേ? മുരിക്കുമ്പുഴ. മെക്സിക്കോ വന്നിട്ട് എങ്ങനെയുണ്ട്? മെക്സിക്കോയില് ആദ്യമായിട്ടാ വന്നത്. എന്തായാലും സ്ഥലങ്ങളൊക്കെ പയ്യെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ലെന്ന്, ഇനി കുറെ കാണാനുണ്ട്. അടിപൊളി സ്ഥലം തന്നെ. എന്തായാലും ഒരു ഫോറിൻ ലുക്കൊക്കെ ഉണ്ട് ഇവിടെ. ഫോറിൻ ആണല്ലോ. പിന്നെ വീട്ടുകാർ മിസ് ചെയ്യുന്നുണ്ടോ? നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? കാരണം ചില സെലിബ്രേഷൻസും ചില എന്താ പറയാ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല മിസ്സിങ് ആവുന്നുണ്ട്. ഓലം വന്നു, തോരൻ വന്നു, പെച്ചടി വന്നു എന്നൊക്കെ പറയണ പോലെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യ കെങ്കേമമായി. അപ്പോൾ ഫൈനലി നമുക്കിരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ പാട് ഞാനങ്ങോട്ട് ഇരിക്കാന്ന് വെച്ചു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല, നല്ല രസമായിരുന്നു.
ഓർഗനൈസേഴ്സ്. Up next is a lovely Mohiniyattam performance. It's one of the most elegant classical dance of Kerala. By Avyukta Vinod. She will be performing a soulful song, one of my personal favorite. And there is a special mention here that she started her music learning from very own Aishwarya Ravish. So it's glad that she'll be performing in front of her guru. Come over, please give her a round of applause. ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ ഒരു ഹായ് പറയോ? ഹലോ ഹലോ. അപ്പൊ അടുത്തോണത്തിന് കാണാം. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? അതെ, ഈ കാണുന്നത് നമ്മുടെ ഫ്യൂഷൻ ഡാൻസ് പെർഫോമൻസ് ആണ് കേട്ടോ. ഇതിന്റെ എല്ലാ വീഡിയോസ് എൻ്റെ അടുത്തുണ്ട്, നിങ്ങൾ സെപ്പറേറ്റ് കണ്ടോളൂ. പിന്നെ നമ്മുടെ നേരത്തെ സിത്താറും മോഹിനിയാട്ടവും തബലയൊക്കെ വായിച്ചത് മെക്സിക്കൻസ് ആണ്, നോർത്ത് ഇന്ത്യൻസ് എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അപ്പോൾ അവരും നമ്മുടെ ഒരു ഫെസ്റ്റിവലിന് ഇതൊക്കെ പഠിച്ച് വായിക്കുന്നു കാണുമ്പോൾ ഭയങ്കര സന്തോഷം. So next is Joaquin Cinto, who will be playing piano for all of us. So please put together your hands and welcome. Thank you. ജോവാനക്കുട്ടിയുടെ നല്ല ഷോർട്ട് ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയുകയാണേ, ഇത് വീഡിയോസ് എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുന്ന കാരണം മ്യൂട്ട് ചെയ്തിട്ട് വേറെ സോങ്ങിലായിരിക്കും നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നത്.
ഇത്തവണ കപ്പിൾ ഡാൻസിന് എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഡയറക്റ്റ് ലിങ്ക് എൻ്റെ ചാനലുണ്ട്, ഒന്ന് അത് കയറി കണ്ടോളൂ കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല നല്ല എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമൃതയുടെയും ഡാൻസ് ആയിരുന്നു കേട്ടോ അടുത്തത്. ഇത്തവണ നമ്മൾ മെക്സിക്കൻ മലൂസിന് മിനിസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്നും ആക്ടേഴ്സിൻ്റെ അടുത്തുനിന്നും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തുനിന്നൊക്കെ കുറേ ഓണം വിഷസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ വി ഓൾ ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് അതെല്ലാം നമ്മൾ ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി. അതിൻ്റെ വീഡിയോസ് ഞാൻ അറ്റ് ദി എൻഡ് ആഡ് ചെയ്യാം, ഇല്ലേ ഷോർട്സിൽ ആഡ് ചെയ്യാം കേട്ടോ. ഏറ്റവും കൂടുതൽ സന്തോഷമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ലോകത്തിന്റെ എല്ലാ കോണിലും മലയാളികളുടെ സാന്നിധ്യമുണ്ട്. മെക്സിക്കോയിലും ചെറുതെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരുടെ ഒരു മലയാളി സംഘമുണ്ട്. വാഡൽഹാരയിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്ന ഈ വേളയിൽ അതിന്റെ സംഘാടകർക്കും മെക്സിക്കൻ മലയാളികൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഹൃദയപൂർവ്വം, മോഹൻലാൽ. അല്ല ഇപ്പഴ റെക്കോർഡായത്. പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ഞാൻ ഇവിടുത്തെ കുറച്ച് ആളുകൾക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്ത ഒരു 7 സ്പോൺസേഴ്സ് ഈ പ്രോഗ്രാമിന്റെ ഫുൾ ഇന്ത്യ എമൗണ്ടിന്റെ ഹാഫ് കോൺട്രിബ്യൂട്ട് ചെയ്ത 7 സ്പോൺസേഴ്സിന്റെ അവരെ സ്റ്റേജിലേക്ക് ഞാൻ വിളിക്കുകയാണ്. അവരെ സ്റ്റേജിലേക്ക് വരുകയാണ്. വിനോദ് Guru
നാട്ടിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ആ റൂൾസ് പ്രകാരം നമ്മൾ ഗോത്ര കണ്ടത്തിന്റെ വിജയിച്ചിനെ നമ്മളിവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഒന്നാം സമ്മാനം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കിഡ്സിന്റെ ബോണസ് 34 വോട്ടായിരുന്നു നമ്മൾ മാനദണ്ഡമായിട്ട് ഇതിന് പ്രത്യേകം പറഞ്ഞിരുന്നത്. അപ്പോൾ കർണസിയാണ് വിന്നറായിട്ട് തെരഞ്ഞെടുക്കുന്ന പ്രാദേശിക സ്റ്റേറ്റിലേക്ക് കിരീടം അണിയിക്കാനും സമ്മാനം കൊടുക്കാനും വിനോദ് അതിഭയങ്കരമായ ശക്തമായ ഒരു പോരാട്ടത്തിന്റെ ഒടുവിൽ മിസ്റ്റർ കൃഷ്ണൻ പ്ലീസ് കം ടു ദ സ്റ്റേജ്. നിയാസ് ആൻഡ് കൃഷ്ണ കേരള ശ്രീമാൻ എന്ന പദവിക്ക് വേണ്ടി വളരെ വളരെ കഷ്ടപ്പെട്ട് അവർ ഒരു റൂമിൽ താമസിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പോരാടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു സംഭവം. പക്ഷേ ആരാണ് ഇതിലെ വിജയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് ഒരു പോരാട്ടമാണ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചത്. ഒരു 500 ലൈക്സ് ആയി, പിന്നെ വീണ്ടും 600, 700, ആയിരക്കണക്കിന് ലൈക്സ് വാങ്ങിയിട്ടുള്ള 2 പേരാണ്. സോ അവർക്ക് വേണ്ടി അവരെ നമ്മൾ ഇവിടെ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. കേരള ശ്രീമാൻ വിജയികൾ. ഒരു റാമ്പ് വാക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നടക്കൂ. വീഡിയോ റെഡി, ക്യാമറ, മ്യൂസിക്. കൃഷ്ണ നിയാസ്, എന്താണ് അവിടെ നടക്കുന്നത് ആ റൂമിൽ? എന്തുകൊണ്ടാണ് ഇവർ മാത്രം വിജയികളാവുന്നത്? എന്താണ് ആ രഹസ്യം? പറയൂ പറയൂ. മലയാളി മംഗ, ഈ മലയാളി മംഗയ്ക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് നൽകിയ കാർത്തികയെ സ്റ്റേജിലോട്ട് വിളിക്കുന്നു. മലയാളി മംഗയ്ക്ക് സമ്മാനദാനം നൽകിയ ഒരു സാരി, പട്ടുപുടവ, കാഞ്ചീപുരം പട്ടുസാരി അല്ല, ഒരു സാരി സമ്മാനം പ്രോത്സാഹന സ്പോൺസർഷിപ്പ് ചെയ്ത കാർത്തികയെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് നമ്മൾ മലയാളം മംഗയെ നിങ്ങൾ അക്ഷമയോടെ കാത്തിരിക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ അറിയായിരിക്കും. ഇഞ്ചോടിച്ച് പോരാട്ടമായിരുന്നു. രാത്രി 12 മണിക്ക് കുത്തിയിരുന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിജയിച്ചാലും മാത്രമായിരുന്നു അത്. മിതുവും പിന്നെ കിരച്ചാലയുടെ ഇന്ത്യൻ മോഹൻ തമ്മിലുള്ള മത്സരമായിരുന്നു. ഇഞ്ചോടിച്ച് പോരാട്ടം ലാസ്റ്റ് 12 വരെയായിരുന്നു. മിതുവിന് 173 വോട്ട്, ഇന്ത്യൻ മോഹന് 172 വോട്ട്. അത്രയ്ക്ക് തിരിച്ചോടുകൂടിയായിരുന്നു
സത്യോ ഇങ്ങനെ എടുക്കണേ? ഉത്സവത്തിന് മാതാപിതാക്കളെ തല്ലുണ്ടാക്കണതല്ലേ? സോ ഫോട്ടോ കോൺടെസ്റ്റ് നടത്തിയതിൻ്റെ വിജയികളെ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ സ്പോർട്സിൻ്റെയും ആർട്സ് ഇവൻസിൻ്റെയൊക്കെ വിന്നേഴ്സിന് പ്രൈസ് കൊടുക്കുന്ന ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്രൈസൊക്കെ കൊടുത്തു. എല്ലാവരും പ്രൈസൊക്കെ വാങ്ങിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീമിന് നമ്മുടെ സ്റ്റേജിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. സിന്ധു, ഒരു ഓമിൻ. സോ ഞാൻ ഈ കപ്പിൾ ഡാൻസിന് കളിച്ച എല്ലാവർക്കും താങ്ക്സ് പറയണതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി DJയിലോട്ട് സ്വിച്ച് ചെയ്തു. പിന്നെ എല്ലാവരും ഡാൻസും പാട്ടും മേളൊക്കെ ആയി. എല്ലാവരും കുറച്ച് നേരം വൈബായിട്ട് DJ ആയിരുന്നു. അപ്പോൾ നമ്മൾ DJ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ അവർ അഴിച്ചു വെക്കുന്ന പരിപാടി പാരലലി നടക്കുന്നുണ്ട് കേട്ടോ. Ours Onam 2025. Ours Onam 2025. അടിപൊളി. അപ്പൊ ഇത് പറഞ്ഞ പോലെ ഓണം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അഡിയോസ് അമീഗോസ്, ബൈ ബൈ.